പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയ്ക്ക് മുന്നിലും പിന്നിലും വർഗീയ ഘടകങ്ങളെന്ന എ വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തി കോൺഗ്രസ്. ബിജെപിയെ സന്തോഷിപ്പിക്കാനാണ് സിപിഐഎമ്മിന്റെ ശ്രമമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വിജയരാഘവനെ വർഗീയ രാഘവൻ എന്നാണ് വി.ഡി. സതീശൻ വിശേഷിപ്പിച്ചത്. ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടുന്ന പ്രസ്താവനകളാണ് സിപിഐഎം നേതാക്കൾ നടത്തുന്നതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാം അല്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ ഇവിടെ? CPM കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 4,10,000 വോട്ടിന് ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിൽ നിന്ന് ഇത് വരുമോ? അപ്പോൾ എന്തും പറയാൻ വേണ്ടിയിട്ട് CPM പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിന് പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. പക്ഷേ അത് പച്ചക്കാണ് പറയുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് ഓർത്തോളണം. നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാവുള്ളൂ. വിജയരാഘവൻ ഇപ്പം വർഗീയ രാഘവനായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊരു പ്രസ്താവന നടത്താൻ പറയുമ്പോൾ വർഗീയത ഇങ്ങനെ വെറും വിഴുങ്ങുന്ന ഒരു ആളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? ഇത് തീർച്ചയായിട്ടും BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുമായിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയെ ക്രൂശിക്കാൻ കേസെടുക്കാൻ അവിടെ തയ്യാറായപ്പോൾ ഇവിടെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ CPMന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ മെമ്പർ ചെയ്തത് എന്നുള്ളതാണ്. അത് CPMന്റെ മാത്രം കൊട്ടേഷനല്ല, BJP കൊട്ടേഷനായിരുന്നു.